സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് കേട്ടോ. വേട്ട വാർത്തകളോടാണ്, വരുംകാല മാധ്യമ ചരിത്രത്തോടുകൂടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. 300 വാർത്താ കാർഡുകൾ ഒരു ദിവസം പബ്ലിഷ് ചെയ്യുന്ന സ്ഥാപനമാണ് നമ്മുടേത്. അതിലാണ് 24 മണിക്കൂറിനിടയിൽ 14 കാർഡുകൾ കാണാതെ പോകുന്നത്. അത് കൃത്യമായി ഒരു മിനിറ്റ് മാധു ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാധുവിന് മാത്രം, റിപ്പോർട്ടർ ചാനലിൽ മാത്രം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കിട്ടേണ്ടി വന്ന ഒരു ആക്രമണത്തെ കുറിച്ചിട്ടാണ്. അത് വി ഡി സതീശൻ ഗവൺമെന്റ് നേരിട്ടാണ് ചെയ്യുന്നത്. അതിന് വി ഡി സതീശന് നേരിട്ട് പങ്കുണ്ട്, അല്ലെങ്കിൽ വി ഡി സതീശന്റെ ആ ഒരു ടീമിന് പങ്കുണ്ട്, ആ ഗവൺമെന്റിന് പങ്കുണ്ട് എന്നൊക്കെയാണ് റിപ്പോർട്ടർ ചാനൽ പറയുന്നത്, ദേശാഭിമാനി പറയുന്നത്, കൈരളിയും പറയുന്നത്. ഈ ഒരു 3 പേരുടെയും ഒപ്പം ഈ ഉള്ളവന്റെയും ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് മെറ്റയാണ് ഡിലീറ്റ് ചെയ്തത്. അത് പിന്നീട് എനിക്ക് കഴിഞ്ഞ ദിവസം അത് തിരിച്ചു വരികയും ചെയ്തു എന്നുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോൾ പറയുന്നത് ഇതെല്ലാം അറിയാതെയാണ്, ഗവൺമെന്റ് അറിഞ്ഞില്ല, വി ഡി സതീശൻ മേനോൻ ഗവൺമെന്റ് ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് അബദ്ധത്തിൽ സംഭവിച്ചതാണ് മെറ്റയ്ക്ക് എന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയെന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. പക്ഷെ മെറ്റ പറയുന്നു അങ്ങനെയല്ല, ഞങ്ങളോട് കൃത്യമായിട്ടും ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഭയങ്കര അത്ഭുതത്തോടു കൂടിയിട്ട് നോക്കിക്കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോഴല്ല ഇതിനെക്കുറിച്ച് സംസാരിക്കുക. കോൺഗ്രസ്സുകാരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് ഭാവിയിൽ ഒരു കറുത്ത പേജായിട്ട്, മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഒരു കറുത്ത പേജായിട്ട്, ഒരു ഇരുണ്ട പേജായിട്ട് ചരിത്രത്തിൽ ഇതിൽ പറയപ്പെടുന്നതാണ്. ഇന്ന ആള് ഭരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തായിരുന്നു എന്ന് പറയപ്പെടും. അത് വളരെ മോശമായിട്ടുള്ള ഒരു മാർക്ക് മാത്രമായിട്ട് ഈ ഒരു ഗവൺമെന്റിന്റെ ചരിത്രത്തിൽ പെടുമെന്നുള്ളതാണ്. എന്തായാലും മാധു ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നേരത്തെ അനുസാർ പറഞ്ഞ ഒരു പാറ്റേൺ പ്രകടമായി വരികയാണ് എന്നതാണ്. അതിൽ നമുക്ക് ആദ്യത്തെ കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് ഇത് ഒരു ലീഗൽ റിക്വയർമെന്റിന്റെ പേരിലാണ് എന്നതാണ്. പക്ഷെ നമുക്കത് പര്യാപ്തമായിരുന്നില്ല. കാരണം അതിന് പിന്നാലെ മറ്റു മാധ്യമങ്ങളിലടക്കം വാർത്ത വരികയാണ് അത് അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്, അത് AI അപ്ഡേഷനുമായി ബന്ധപ്പെട്ട ഒരു സാങ്കേതിക പ്രശ്നമാണ് എന്നത്. എന്നിട്ട് അതിൽ വരുന്ന വാർത്തകൾ എങ്ങനെയായിരുന്നു എന്നതറിയാമോ? ആ വാർത്തകളുടെ അതിനെതിരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിപ്പോർട്ടർ ചാനൽ ഒറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഏഷ്യാനെറ്റ് ഒപ്പമില്ല, മാതൃഭൂമിയും ഒപ്പമില്ല, പിന്നെ ആരൊക്കെയുള്ളത്, മനോരമ ഒപ്പമില്ല. ഇവരൊന്നും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടേ ഇല്ല. അങ്ങനെ മെറ്റയ്ക്ക് അങ്ങനത്തെ അബദ്ധം സംഭവിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ മാത്രം? എന്തുകൊണ്ടാണ് ഈ ഉള്ളവന്റെ കൂടി? ഞാനതാ ചോദിക്കുന്നത്, ഈ ഉള്ളവന്റെ കൂടി എന്തുകൊണ്ടാണ്? അതൊക്കെ ഭയങ്കര ബോഷ്കല്ല, വളരെ മോശമല്ലേ? എൻ്റെ അടക്കം ഞാനൊന്നുമല്ല വാർത്താമാധ്യമ രംഗത്ത് അല്ലെങ്കിൽ ഈ ഒരു വ്ളോഗിന്റെ രംഗത്ത് നമ്മളൊന്നുമല്ലാത്ത ഈ ഉള്ളവന്റെ കൂടി ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടണമെങ്കിൽ വാവ്, ദാറ്റ്സ് ഫാന്റാസ്റ്റിക് എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് ഇവര് കൂടുതലായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ കള്ളം പറയുന്ന ഭരണകൂടങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഈ കള്ളം പറയാൻ വേണ്ടിയിട്ട് ഒരു ഭരണകൂടം ഉണ്ടാകുന്നത് ഞാൻ കുറച്ചു നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എന്നുള്ളതാണ്. നിരന്തരം പ്രതിപക്ഷം താവണം മാധ്യമധർമ്മം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ചെങ്കിലും ഒരു പ്രതിപക്ഷത്തേക്കാവേണ്ടത് അത്യാവശ്യമായി വന്നിട്ടുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ്. നമ്മൾ കുനിയാൻ പറയുമ്പോൾ കിടക്കുന്ന അവസ്ഥയിലേക്ക് ചില മാധ്യമങ്ങളെങ്കിലും, അല്ലെങ്കിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന രീതിയിലേക്ക് ചില മാധ്യമങ്ങൾ കേരളത്തിൽ വന്നു. റിപ്പോർട്ടർ ചാനലിന്റെ MD ആണ്, ആന്റോ അഗസ്റ്റിനാണ്. കൃത്യമായിട്ടുള്ള നിലപാട് പച്ചയ്ക്ക് പറയാൻ ഒരു മടിയില്ലാത്ത മനുഷ്യനാണ്. ഇവിടെ മനോരമയ്ക്കെതിരെയും ഏഷ്യാനെറ്റിനെതിരെയൊക്കെയാണ് ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുനിയാൻ പറഞ്ഞ കിടന്നുകൊടുക്കുന്ന ടീമാണ് ഇവന്മാരെന്ന രീതിയിലാണ് ഇപ്പോൾ ആന്റോ അഗസ്റ്റിൻ ഇപ്പോൾ ഈ പറയുന്നത്. ശരിയാണ്, ആന്റോ അഗസ്റ്റിനെതിരായിട്ട് ഇപ്പോൾ കേസുകളെ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. ഒന്ന് അങ്ങോട്ട് എന്താ പറയുക, കഞ്ഞുകൂടി മുട്ടിച്ച് കളയാം എന്നുള്ളൊരു രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഫുള്ള് കേൾക്കണേ. നമുക്ക് മെറ്റയെ കുറിച്ച് പറയുകയാണെങ്കിൽ മെറ്റയുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? മെറ്റയുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ 21 വാർത്തകൾ മെറ്റ നീക്കം ചെയ്തു. 21 വാർത്തകൾ മെറ്റ നീക്കം ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 6 വാർത്ത നീക്കം ചെയ്തപ്പോൾ നമ്മൾ ഒരു വാർത്തയും കൊടുത്തിട്ടില്ല. കാരണം അതിന് എന്താണ് പിഴവ് എന്തെങ്കിലും ഉണ്ടാവാനാണ് സാധ്യത എന്ന് പറഞ്ഞിട്ട് നമ്മൾ 8 വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് പോലും നമ്മൾ വാർത്ത കൊടുത്തില്ല. അപ്പോഴും നമ്മൾ ഇത് എന്തുകൊണ്ടായിരിക്കും നീക്കം ചെയ്യുന്നത്? എന്തെങ്കിലും സാങ്കേതിക പിഴവായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പിഴവാണോ, അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആണോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അത് കാര്യമായി ശ്രദ്ധിക്കാതിരുന്നത്.
8ാമത്തെ വാർത്ത ഏത് ഫോർമാറ്റിലുള്ള വാർത്തയാണ് എന്നുള്ളത് നമ്മുടെ ഡിജിറ്റൽ ടീം സ്ക്രൂട്ടനൈസ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഒരേ കാറ്റഗറിയിലുള്ള വാർത്തയും ഇത് സത്യം എൻ്റെ അങ്ങനെ തന്നെയായിരുന്നു. VD സതീശ മേനോൻ അദ്ദേഹത്തിന്റെ ആ ഒരു സംഗതി വെച്ചോട് കൂടിയിട്ട് എൻ്റെ ഒരു വാർത്ത ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നതാണ്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. എടാ എന്നെ കൂടി ഇത് എമ്മാതിരി വേട്ടയാണത് എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയത്. ഇതിനെ വേണമെങ്കിൽ നാട്ടുകാരൊക്കെ പറയും ഇതൊരു അരാജകവാദമാണ്, ഇതൊരു രാജഭരണത്തിന്റെ രീതിയാണ്, തന്നെ എതിർക്കുന്നവരാരും ഈ ഭൂമിയിൽ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുക. അത് ഭയങ്കര മോശമല്ലേ ഒരു ജനാധിപത്യ രാജ്യത്തിൽ? മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ 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 മോശം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല കേട്ടോ. ബൈ.